വാക്കുകൊണ്ട് വന്ന മുറിവ് അത് മാറിപ്പോകൂല. പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേദനയുള്ള വാക്കുകൾ ഇന്നും ഓർമ്മയില്ലേ പലരുടെയും മനസ്സുകളിൽ? എന്തേ അത് മാറിപ്പോകാത്തത്? അത് ഒരു ഡയറിയിൽ ഒന്നാകെ എഴുതാനില്ലല്ലോ, ഒരു വരി മാത്രമല്ലേ ഉള്ളത്, ചിലതൊരു വചനം മാത്രമല്ലേ. പക്ഷേ വചനത്തിന്റെ വാക്കിന്റെ ശരം അത് വല്ലാത്ത ശരമാണ്. അത് മുറിവേൽപ്പിക്കുന്ന മുറിവ് മാറിപ്പോകൂല, ഉണങ്ങിപ്പോകൂല. ആള് എത്ര നന്നായാലും പിന്നീടും പറയും, അവൻ എന്നോടങ്ങനെ പറഞ്ഞില്ലേ, അവൻ എന്നോടങ്ങനെ പറഞ്ഞില്ലേ. ആ വാക്ക് എത്രയാ ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനിന്റെ ഉപദേശം ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. രണ്ടാമത് അല്ലാഹു പറഞ്ഞു വലാ തൻഹർഹുമാ. അവരെ അവഗണിക്കരുത്, അവരെ നിസ്സാരവൽക്കരിക്കരുത്, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്മകൾക്ക് തടസ്സം സൃഷ്ടിക്കരുത്. അവരെന്തെങ്കിലുമൊക്കെ അവരെ സ്വന്തത്തിന് വേണ്ടിയോ താല്പര്യപ്രകാരമോ ഏതെങ്കിലും വിഷയങ്ങളിലേക്ക് മുന്നോട്ട് വരുമ്പോ തടഞ്ഞു വെക്കരുത്. നന്മകൾ ഒന്നും മാതാപിതാക്കൾക്ക് തടയരുത്. അവരെന്തെങ്കിലും ഒരു ഖൈർ ഉദ്ദേശിക്കുമ്പോ അവരിൽ നിന്നങ്ങനെ വേണ്ടാന്ന് കരുതിയിട്ട് വിലക്കരുത്. പ്രായാധിക്യത്തിലുള്ള ഉമ്മ, ആ ഉമ്മാക്ക് ചെറിയൊരു ബുദ്ധിക്ക് കുറവുണ്ട്. നമ്മുടെ ചെറിയ കുട്ടിയെ എടുത്ത് താലോലിപ്പിക്കുമ്പോ ആ കുട്ടിയെ ഉമ്മാന്റെ മടിയിൽ നിന്ന് പെട്ടെന്ന് പിടിച്ച് പറിച്ച് വാങ്ങിക്കൊണ്ടുപോകരുത് പെങ്ങളെ. ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു പോയാൽ നീ വളർത്തുന്ന കുട്ടിയുടെ ഭാവി ഇരുളടഞ്ഞ ഭാവിയായി മാറും. അത് നന്നായി ശ്രദ്ധിക്കണം. മറ്റേത് നിന്റെ ഉമ്മയാണ്. ഉമ്മാന്റെ മടിത്തട്ടിൽ ഇരിക്കുന്ന കുട്ടി നിന്റെ മടിത്തട്ടിനേക്കാളും എത്രയോ പരിശുദ്ധമാണ്. ആ നിലക്കുള്ള ബഹുമാനം കാണണം. വീണ്ടും അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞില്ലേ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആല പഠിപ്പിക്കുന്ന അദബ് കണ്ടോ, ഒന്ന് തന്നെ ആവർത്തിച്ചതല്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാൻ തോന്നുമ്പോ മാന്യത വിടുന്ന ഒരു സംസാരം ബാപ്പയോട് പറയരുത്, ഉമ്മയോട് പറയരുത്. അവിടെ മഹാനവറുകൾ പറഞ്ഞു, ആ ബാപ്പയും ഉമ്മയും എത്ര മോശക്കാരാണെങ്കിലും, എന്നിട്ട് പറഞ്ഞു അവര് നിന്റെ മതത്തിലല്ല എങ്കിൽ പോലും മാന്യതക്കെതിരായ ഒരു സംസാരം സംസാരിക്കരുത്. അവർ മുസ്ലിങ്ങളെല്ലാം നോട്ടിക്കോളും. എന്നാലും വഖുല്ലഹുമാ ഖൗലൻ കരീമാ. സഹാബത്തിന് ഏറ്റവും മനസ്സിന് സന്തോഷമുള്ളത്, അവർക്ക് ഏറ്റവും വലിയ ഈമാനുള്ളത്, മഹബത്തുള്ളത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. സ്വന്തം ബാപ്പ മുത്തുനബി തങ്ങളെങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തോണ്ടി 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 സംസാരിക്കുന്നത് കേട്ടപ്പോ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സലൂലിന്റെ മകൻ വന്നിട്ട് ചോദിച്ചില്ലേ, നബിയെ ഒന്ന് സമ്മതം തരണം, ബാപ്പാനെ കൊല്ലട്ടെ, സഹിക്കാൻ പറ്റണില്ല. ലാ തഖ്തുൽഹു ഫഇന്നഹു അബൂക്. കൊല്ലേ, ബാപ്പയാണത്, ചോദിക്കരുത്, കൊല്ലാൻ പാടില്ല. എന്നെ കുറ്റം പറയുന്നുണ്ടോ, കഴുത്ത് വെട്ടിയേക്കെന്നല്ല പറഞ്ഞത്, ബാപ്പയാണത്, കൊല്ലരുത്. രണ്ടാമതും ചോദിച്ചു, കൊല്ലരുത്, ബാപ്പയാണ്. മൂന്നാമതും ചോദിച്ചു വന്നു, കൊല്ലരുത്, ബാപ്പയാണ്. ബാപ്പാന്റെ ഈ നിഫാഖിന്റെ അസുഖം ഒന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഉളൂഇന്റെ വെള്ളം കൊണ്ടുപോയി വാപ്പ കുടിപ്പിച്ചത്. അതുവരെ ആ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചെയ്തത്. നമ്മൾ ആലോചിക്കണം, വഖുല്ലഹുമാ ഖൗലൻ കരീമാ. മാന്യത വിടുന്നൊരു സംസാരം. നിങ്ങൾ എത്ര ഹൈ പവറിൽ ജീവിക്കുന്ന ആളാണെങ്കിലും ഉമ്മാനോട് ബാപ്പാനോട് പറയരുത്, ഒരിക്കലും പറയരുത്. തട്ടുത്തരം പറയാൻ പാടില്ല, ക്രോസ് ചെയ്തിട്ടുള്ള സംസാരം പറയാൻ പാടില്ല. അവര് നേരത്തെ നമ്മളോട് എന്തോ ഒരു കാര്യഗൗരവത്തോട് ഉപദേശിച്ചെങ്കിൽ ആ പക മനസ്സിൽ വെച്ചിട്ട് പിന്നൊരു വർത്തമാനം പറയുമ്പോൾ ഒരു ചോദിച്ചതിനൊന്നും ഉത്തരം പറയാതെ തട്ടുത്തരം എന്നൊരു പരിപാടി ഉണ്ടല്ലോ, നേരെ എതിർത്തുകൊണ്ടുള്ളത്, പറയരുത്. എപ്പോൾ പറയുകയാണെങ്കിലും, ഉപദേശമാണെങ്കിലും നിർദ്ദേശമാണെങ്കിലും എന്താണെങ്കിലും കളിയാണെങ്കിലും കാര്യമാണെങ്കിലും കുല്ലഹുമാ ഖൗലൻ കരീമാ. മാന്യത വിടുന്നൊരു വർത്തമാനം പാപ്പാനോട് പറയരുത്, ഉമ്മാനോട് പറയരുത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ നിന്ന് ഈ ആയത്ത് വിശദീകരിച്ചിടത്ത് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിഖി തങ്ങൾ പറഞ്ഞു, അദബ് പഠിപ്പിച്ച കൂട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാ യദ്ഉഹുമാ ബി അസ്മാഇഹിമാ, ബാപ്പാന്റെ ഉമ്മാനെയും പേരെടുത്ത് വിളിക്കാൻ പാടില്ല.
പേരെടുത്ത് വിളിക്കാൻ പാടില്ല. ഫഇന്നഹു മിനൽ ജഫാ, അവരോടുള്ള പിണക്കത്തിന്റെ സൂചനയാണത്. പേരെടുത്ത് വിളിക്കരുത്. ബാപ്പ കുറച്ച് ചെവിട് പതുക്കെയാണ്, ബാക്കിയുള്ളവരൊക്കെ കേൾക്കും ചെയ്യും വിളിക്കണത്. എത്ര കാത് പതുക്കുകയാണെങ്കിലും പേരുകൊണ്ട് വിളിക്കാൻ പാടില്ല. ബാപ്പാനെ ബാപ്പാന്ന് ഉമ്മാനെ ഉമ്മാന്നാ വിളിക്കേണ്ടത്. അറബികളിൽ കാണുന്ന ഒരു 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 ദുസ്വഭാവമാണത്. അവരെങ്ങനെ ബാപ്പാനെ വിളിക്കും മകൻ താൽ അബ്ദുള്ള താൽ, അത് കേൾക്കുമ്പോ മനസ്സിനൊരു ഇടങ്ങേറാണ്. എന്താ ഇപ്പൊ ഈ ചങ്ങായി വിളിക്കണത്? ബാപ്പ എന്ന് പറഞ്ഞാൽ 10-50 വയസ്സുള്ള ബാപ്പാനാണ് മറ്റേ അബ്ദുള്ള അങ്ങോട്ട് വാന്നാണ് വിളിക്കുന്നത്. നമ്മളെ നാട്ടിൽ അങ്ങനെ ഏതായാലും വിളിക്കുന്നൊരു സ്വഭാവമല്ലല്ലോ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ വളരെ മോശപ്പെട്ട സ്വഭാവമല്ലേ. വിളിക്കരുത്. ബാപ്പയും മോനും ഒരുമിച്ച് നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിച്ചു ഉപദേശിച്ചതാണ്. ധാരാ മോനെ, ബാപ്പയാണല്ലേ, എന്നാ പേരുകൊണ്ട് വിളിക്കരുത്. അല്ലാ യർഫഅ സൗതഹു ഫൗക സൗതിഹിമാ, മറ്റൊരു അദബ് പഠിപ്പിച്ചു. ബാപ്പാന്റെ ഉമ്മാന്റെ ശബ്ദത്തിലുപരി ശബ്ദം ഉയർത്തരുത്. ഉറക്കെ അവരോട് വർത്തമാനം പറയരുത്. വിനയത്തോടെ താഴ്മയിൽ പറയണം. ബാപ്പക്ക് ഉമ്മക്ക് കേൾവി കുറവുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി ഉറക്കെ പറയണം. അത് കേൾക്കാനല്ലേ. അപ്പോഴും സഹോദരങ്ങളെ, കേൾക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടോടെ ആകരുത് ഉറക്കയാക്കുന്നത്. കേൾക്കാൻ വേണ്ടി എന്ന നീയത്തോടെ ആക്കണം. അല്ലാതെ എന്ത് വിഷയം പറഞ്ഞാലും ഉറക്കെ സംസാരിച്ചുകൊണ്ട് പിന്നൊന്നും അവർ ചോദിക്കരുത് എന്നുള്ള രീതിയിൽ ഉറക്കെയുള്ള മറുപടിയാക്കരുത്. മിതമായ സ്വരത്തിൽ വിനയത്തോടെ സംസാരിക്കണം. പിന്നെയോ ഒരാളുടെയും ബാപ്പാനെ ഉമ്മാനെ ചീത്ത പറയരുത്. അത് സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും ചീത്ത പറയിപ്പിക്കാൻ കാരണമാകും. ലോകത്ത് ഒരാളെയും ബാപ്പാനെ ചീത്ത പറയരുത്, ഉമ്മാനെ ചീത്ത പറയരുത്. സ്വന്തം ബാപ്പാനെ ഉമ്മാനെ ചീത്ത പറയാൻ എളുപ്പമാകും. ബാപ്പയിലേക്ക് ഉമ്മയിലേക്ക് ഗളബിന്റെ നോട്ടം നോക്കരുത്. അവര് നമ്മളോടൊരാവശ്യം ഉന്നയിച്ചു, നമുക്ക് പണം ചെലവുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്തേണ്ട കാര്യമാണ്, നമ്മൾ കുറച്ച് അധ്വാനിച്ച് ഉറക്കമൊഴിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊരു നോട്ടം അരുത്. അത് ബാപ്പയാണ്, ഉമ്മയാണ്. നീ വേറെ ആരിലേക്കെങ്കിലും അങ്ങനെ നോക്കും പോലെ ബാപ്പയിലേക്കും ഉമ്മയിലേക്കും നോക്കരുത്. മഹബത്തിന്റെ നോട്ടമാണ് നോക്കേണ്ടത്. സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, കാരുണ്യത്തിന്റെ നോട്ടമാണ് നോക്കേണ്ടത്. സ്വന്തം കൈകൊണ്ട് ബാപ്പക്ക് ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യണം. മറ്റൊരാളെ ബേജാറായിട്ട് വിഷമമായിട്ട് അതിന് വേറൊരാളെ ഏൽപ്പിക്കരുത്. സമയവും സാഹചര്യവും സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഖിദ്മത്ത് ഏറ്റെടുക്കണം. അങ്ങനെയാണ് വേണ്ടത്. എന്റെ വല്യമ്മാനെ ഞാൻ കണ്ടിട്ടില്ല, ഉപ്പാന്റെ ഉമ്മാനും ഉപ്പാനൊന്നും അവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് അവരൊക്കെ വഫാത്തായി പോയിട്ടുണ്ട്. അല്ലാഹു തആല മഗ്ഫിറത്ത് ഏറ്റി കൊടുക്കട്ടെ. കുടുംബക്കാര് പറയും, മൂത്താപ്പാരും മറ്റൊക്കെ പറയും, ഉമ്മാക്ക് സുഖമില്ലാതായപ്പോ എന്ന് പറഞ്ഞാൽ വല്യമ്മാക്ക് സുഖമില്ലാതായ അന്ന് ബാപ്പ ജോലിക്ക് പോണ് നിർത്തിയതാണ്. പിന്നെ ഉമ്മാന്റെ ഖിദ്മത്തിലാണ്, ഉമ്മാക്ക് വേണ്ടിയുള്ള ഖിദ്മത്തിൽ ഫുൾ ടൈം അവിടെ ചെലവഴിച്ചതാണ്. ബാക്കിയുള്ള മൂത്താപ്പാര് അഥവാ ഈ ഉപ്പാന്റെ ജ്യേഷ്ഠന്മാരൊക്കെ എല്ലാവരും അധ്വാനിക്കും, അങ്ങനെ ചെലവിൽ കൊടുത്തു കൊടുക്കും. ഉമ്മാക്ക് ഖിദ്മത്തിലായിട്ട് ഫുൾ ടൈം രാവും പകലും അവിടെ കഴിച്ചുകൂടി. അത് നമുക്ക് മാതൃകയാണ്. നമ്മളെ ബാപ്പാരങ്ങനെ കാണിച്ചു തരുന്നത്.